ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ട്രാവൽ ഏജൻറ്റ് വഴിയാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ പേര് നമുക്ക് ചൂസ് ചെയ്തിട്ട് അവരുടെ കമ്മീഷനും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിൽ പറയാൻ പോകുന്നത്. നമുക്കിതിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു ഓപ്ഷൻസിൽ ഏജൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡെമോ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രാവൽ ഏജൻസിൻ്റെ പേരും കോൺടാക്ട് നമ്പറൊക്കെയാണ്. നിങ്ങൾ പുതുതായിട്ട് ഒരു ഏജൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ആഡ് ന്യൂ ഏജൻറ്റ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഏജൻറ്റിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണോ അത് കൊടുക്കുക, അവരുടെ കോൺടാക്ട് നമ്പർ എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, ഇനി ആ ഒരു കമ്പനി, ആ ഒരു ഏജൻറ്റ് ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ഒഫീഷ്യൽ നമ്പർ കൊടുക്കുക. GST ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അവരുടെ അഡ്രസ്സ്, അവരുടെ ഓഫീസിൻ്റെ സിറ്റി എവിടെയാണ്, സ്റ്റേറ്റ് കേരളത്തിലാണോ പുറത്താണോ എന്നുള്ളത് നോക്കിയിട്ട് സേവ് കൊടുക്കുക, അതായത് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഫർദറായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വരുത്താൻ പറ്റുന്നതായിരിക്കും. ഇനി ഇതേ ഏജൻസ് വഴി നമുക്ക് എത്രത്തോളം ബുക്കിങ്സ് വന്നിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ട്രാവൽ ഏജൻസ് ആണോ, അവർ ഒരുപാട് ബുക്കിങ്സ് തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ട്രാവൽ ഏജൻസിന് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ കൊടുക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ തൊട്ട് താഴെയായിട്ടുള്ള പെർഫോമൻസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ട്രാവൽ ഏജൻറ്റിൻ്റെ പേരും അവർ ത്രൂ നമുക്കുണ്ടായ സെയിൽസും കാര്യങ്ങളുടെ ഒക്കെ അനലിറ്റിക്സ് ഇവിടെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 11 ട്രാവൽ ഏജൻസ് നമ്മളൊരു ടൈപ്പ് ആയിട്ടുണ്ട്. അതിൽ ടോട്ടൽ 274 ബുക്കിങ്സ് അവർ ത്രൂ നമുക്ക് വന്നതാണ്. അവർ ത്രൂ ജനറേറ്റ് ചെയ്ത എമൗണ്ട് ഇതിൽ നമുക്ക് കാണാം. ഓക്കെ, ഇനി ഈ പെൻഡിങ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏത് ട്രാവൽ ഏജൻറ്റിനും നമ്മൾ ചിലപ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത സമയത്തായിരിക്കും അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അവരുടെ ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക, അവരുടെ ട്രാവൽ ഏജൻറ്റിൻ്റെ പേരിൻ്റെ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് അവരുടെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് ഇനി പെൻഡിങ്ങിൽ എത്രയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അതായത് ഇവിടെ ടോട്ടൽ എമൗണ്ടും അവരുടെ കമ്മീഷൻ എമൗണ്ടും കൊടുത്തിട്ടുണ്ടാവും. ഈ പെൻഡിങ് എന്ന് പറയുന്ന ഇതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എമൗണ്ട് നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, UPI വഴി അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് എത്രയാണോ ആ ഒരു UPI ഐഡിയും കൂടെ റെഫറൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് മാർക്ക് ആസ് പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബുക്കിൻ്റെ കമ്മീഷൻ പോയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അവർക്ക് തന്നെ നിങ്ങൾ പെൻഡിങ്ങിൽ എത്ര കൊടുക്കാനുണ്ട്, അത് പ്രോസസ്സിങ്ങിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് അനലിറ്റിക്സും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇന്നത്തെ മിക്ക പ്രോപ്പർട്ടികളിലും 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രാവൽ ഏജൻസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഭൂരിഭാഗം ആളുടെ കയ്യിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടീൻ്റെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മോണിറ്ററിങ് അവിടെ കിട്ടും. ഇനി ഇതിലേതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റ് കുറച്ച് ഫ്രോഡ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ ഏജൻറ്റിന് ഒരു ബ്ലാക്ക് മാർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ളൊരു സിസ്റ്റം കൂടെ നമ്മൾ ഇതിൽ